ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കാനായി ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാലയാണ് റെഡിയാക്കേണ്ടത്. ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം ചെറുതായി അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളക് അരിഞ്ഞതും 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും ചേർത്ത് നമുക്കിത് വഴറ്റി കൊടുക്കാം. സവാള ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി മൂടി തുറന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് ആറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മസാലകളെല്ലാം ചിക്കനിൽ ഒന്ന് പിടിക്കത്തക്ക വിധം നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 2 വലിയ കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞതിട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലെല്ലാം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം കൈകൊണ്ട് ഒന്നുകൂടി നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി ഓരോന്നും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം. മുഴുവൻ കട്ട്ലേറ്റും ഒരു ഓവൽ ഷേപ്പിലാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ബ്രെഡ് ക്രംസും 4 മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തതുമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഓരോന്നും എടുത്ത് മുട്ടയുടെ വെള്ളയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് പൊതിഞ്ഞു വെക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നായി ഇട്ട് വറുത്ത് കോരിയെടുക്കാം. നല്ല ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. കട്ട്ലേറ്റ് എല്ലാം നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.